വന്ന് കിട്ടി. ഇവിടെ വന്നപ്പോ ഞാൻ ഓർത്തു ആദ്യം എങ്ങനെയാന്നൊക്കെ നോക്കാം, ടീച്ചർ സ്ട്രിക്റ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്. ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവോ, ഈ പ്രായമായില്ലേ ഇനി കളിക്കാൻ പറ്റുമോ, ഇതൊക്കെ ഒരു പേടി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ പേടി? പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും പേര് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ടൂറ് പോയി. എല്ലാവർക്കും ഗ്രൂപ്പിന്റെ പേരെന്താ? അത്രേ ഉള്ളൂ, അല്ലാണ്ട് എന്താ പറയാ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് ഒന്നും അയക്കാനായിട്ട് ഗ്രൂപ്പുകളൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോയി, ബോട്ടിങ്ങിന് പോയി, അടിച്ചു പൊളിച്ചു. നിങ്ങള് വീട്ടുകാരൊക്കെ എന്താ പറയണു? ചിലപ്പോ അവര് പറഞ്ഞു ഭയങ്കര സന്തോഷം. പൊക്കോന്നാ പറയുന്നത്. പിന്നെ പൊക്കോന്നാ പറയുന്നത്. ഫുൾ സപ്പോർട്ട്. എനിക്ക് ടീച്ചറിനെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ എനിക്ക് ഇനി സ്റ്റേജൊക്കെ കയറി കളിക്കണമെന്നെല്ലാം ഉണ്ട്. ഈശ്വരൻ നടത്തി തരുമെന്ന് ഉള്ള വിശ്വാസത്തില് തുടർന്ന് പഠിക്കുവാണ്. ഞാൻ ഇത്തിരി പുറകോട്ടാണ് എല്ലാ കാര്യത്തിലും. ആ ടീച്ചർക്ക് അറിയാൻ ഇടയ്ക്കങ്ങ് വിളിക്കും. ഇവിടെ എത്ര പിള്ളേര് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്? അത് പറയാ കേക്കട്ടെ. എല്ലാവരോടും പറയാറുണ്ട് ഇതുപോലെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവര് ഈ ഡാൻസ് പഠിക്കാൻ വരുന്നത് പോലെ തന്നെ പലവരും വേറെയും ഒത്തിരി കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഇവരെ നിർബന്ധിക്കാൻ പറ്റില്ല. എങ്കിലും നമ്മളൊരു പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഉഴപ്പും. അപ്പൊ ഇവര് നന്നായി പ്രാക്ടീസ് ചെയ്ത് വരാറുണ്ട് കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാത്ത പിന്നെ ആദ്യമൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ഞാൻ സ്ട്രിക്റ്റ് ആവാറുണ്ട്. കാര്യം എന്താ പറയുക, ഇതിന് മുന്നേ ഉള്ള ബാച്ചുകാര് പറഞ്ഞു ടീച്ചർ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു, നിങ്ങൾ കുറച്ചുകൂടി നന്നായി കളിച്ചേനേന്ന്. അത് കാരണം ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ ഇവരുടെ അടുത്ത് ഇത്തിരി സ്ട്രിക്റ്റ് ആവാറുണ്ട്. നമ്മള് പഠിച്ചുകൊണ്ടൊക്കെ വരും. വന്നിട്ട് ടീച്ചറിന്റെ മുമ്പിൽ നിന്ന് ചെയ്യുമ്പോ ഒരു പകർച്ച വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താ പറയാ, ഇടക്ക് വെച്ചിട്ട് ഇഷ്ടമല്ലാത്ത പീരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിലേ എനിക്ക് വയറുവേദനയാ, എനിക്ക് കിടക്കണം, തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ഇവിടെ ആരെങ്കിലും മുട്ടുവേദനയാണ്, നടുവേദനയാണ്, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ആരെങ്കിലും ഞാൻ പറയും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്, എന്നെന്താണാവോ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അങ്ങനെ പറയാറുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് മീൻസ് നല്ലൊരു എല്ലാം തികഞ്ഞൊരു സ്റ്റുഡന്റ് അങ്ങനെ ഉണ്ടോ? അതെല്ലാരും ഭയങ്കര എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ അനിതാന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ മേഖലകളും ഇപ്പൊ ഡാൻസിൽ തന്നെ കഥാപ്രസംഗം, ഓട്ടം തുള്ളൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്ന ആളാ മിനി ആന്റിയും ഉഷ ആന്റിയും ഒക്കെ. അപ്പൊ അങ്ങനെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ വേറെ ഇപ്പൊ വഹീദാന്റെ കീബോർഡ് വായിക്കും ഇപ്പൊ ഡാൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ എല്ലാവരും അതിന്റെ കൂടെ വേറെയും കഴിവുകളുള്ളവരാണ് കൂട്ടത്തില്. ഓക്കെ. ഇവിടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാട്ടൊക്കെ ചെറുപ്പത്തിലേ മുതൽ പാടുമായിരുന്നു. അതും വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ ഞാൻ നഴ്സിംഗിന് പോയി. വീട്ടിൽ സമ്മതിക്കാതെ ചോദിച്ചാലോ? ടീച്ചറായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്ട്രിക്ട്നെസ് ആയിരിക്കും. ഡാൻസ് ഒന്നും കളിക്കാൻ പാടില്ല, സ്റ്റേജിലൊന്നും കയറാൻ പാടില്ല. ഞാൻ നഴ്സിംഗിന് പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ എല്ലാം ചെയ്തു. പാട്ട്, ഡാൻസ്, ഭരതനാട്യം ഒന്നുമല്ല, ചുമ്മാ അവിടെ ഉള്ള ഓരോ പരിപാടിക്ക്. അങ്ങനെയാണ് ഞാനൊന്ന് ഓപ്പൺ ആയത്. ഓക്കെ. ഇനി ചിലപ്പോ ഉഷാന്റിയും മല്ലികാന്റിയും ചിലപ്പോ ഒരു പാട്ട് ക്ലാസ്സും കൂടി ഇവിടെ തുടങ്ങേണ്ട വരുമായിരിക്കും ചിലപ്പോ. അപ്പൊ അതിനും കൂടെ തയ്യാറെടുത്ത് വേണമെങ്കിൽ അവരോടൊക്കെ പെർമിഷൻ ഒക്കെ ചോദിച്ചു വെച്ചോളൂ. അപ്പൊ നമുക്ക് ഇവരുടെ പാട്ടും കൂടെ കേൾക്കാം. ഡാൻസ് മാത്രല്ലേ കണ്ടുള്ളൂ. ഓക്കെ, തുടങ്ങിക്കോ. ഓ ആണയത്തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. ആളായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിപ്പാകം പോവാൻ ചന്ദനം വേണം. ആളായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. അപ്പൊ ഇവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ട്. കാരണം എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് അവർക്ക്
ഞാനിപ്പോ കണ്ടപ്പോ എന്താന്ന് വെച്ചാൽ കേറി വന്നപ്പോ തന്നെ അവർ ഭയങ്കരമായിട്ടിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞതിന് മുമ്പ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞ എല്ലാ അടവുകളും പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ശരിക്കും പറഞ്ഞ ഈ ക്ലാസിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോ ഇവിടെ ഭരതനാട്യം ബാച്ചും മോഹിനിയാട്ടം ബാച്ചുകാരാണ് ഉള്ളത്. ഇവരൊക്കെ മോഹിനിയാട്ടം ബാച്ചുകാരാണ്. ഇവിടെ ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്, പിന്നെ തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട്. തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട്. തിരുവാതിര ഞാനല്ല കേട്ടോ, മല്ലിക മാമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഇവരൊരു പൂതപ്പാട്ടിന്റെ ഒരു നൃത്താവിഷ്കാരം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു ആ ഒരു സമയത്ത്. അത് നിങ്ങൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കും? അതെന്ന് പറഞ്ഞ നമ്മളിപ്പോ ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇപ്പോഴും നമ്മൾ എല്ലാ വർഷവും ഏപ്രിൽ 29 അല്ലെങ്കിൽ മെയ് ആദ്യം ഒരു നൃത്തോത്സവം നടക്കാറുണ്ട്. അതില് നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാം ചെയ്യലുണ്ട്. അപ്പൊ എപ്പോഴും ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ ആയപ്പോ നമ്മളൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂതപ്പാട്ടിന്റെ നൃത്താവിഷ്കാരം നടത്തിയാലോ എന്ന് ഞാനിങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ ഉഷ മാമിനോടും മല്ലിക മാമിനോടൊക്കെ പറഞ്ഞത്. അപ്പൊ അവരും പറഞ്ഞു ശരിയാണ്, നമുക്കൊരു വെറൈറ്റി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മളത് നമ്മുടേതായ രീതിയിൽ റെക്കോർഡ് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ എല്ലാവരും പൂതപ്പാട്ടിന്റെ ചെറിയ വേർഷനൊക്കെ പലരും ചെയ്തു കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് ഇടശ്ശേരി സാർ എന്താണോ അതിൽ എഴുതിയിരിക്കുന്നത് അത് ഒരക്ഷരം പോലും വിടാതെ ആദ്യം മുതൽ അവസാനം വരെ എടുത്തിട്ടാണ് നൃത്താവിഷ്കാരം നടത്തിയത്. അതെ, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 28 ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഇപ്പൊ ചങ്ങമ്പുഴ പാർക്കിലാണ് ഈ ക്ലാസ് ഉള്ളത്. അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇതുപോലെ തന്നെ പണ്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് സമയക്കുറവ് കൊണ്ടോ വീട്ടിൽ നിന്ന് വിടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ പോവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ എത്ര ക്ലാസ് ഉണ്ടാവും? ആഴ്ചയിൽ 2 ക്ലാസ്സേ ഉള്ളൂ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 10 മണി മുതൽ 12 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പം അതനുസരിച്ച് നിങ്ങൾ ടൈം മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് സന്തോഷം കിട്ടും. അത്രയും പറയാം. പഠിക്കും, നൃത്തം പഠിച്ച് നിങ്ങൾ വലിയൊരു സംഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് സന്തോഷം കിട്ടും അല്ലേ? അതാ നമ്മളുടെ കൂട്ടായ്മയ്ക്ക് തന്നെയാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരേ പ്രായത്തിലുള്ളവർ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്, അപ്പൊ ആ ഒരു ഇത് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ സംസാരിച്ചപ്പോ മനസ്സിലായില്ലേ. എന്റെ ക്ലാസ്സിനേക്കാളും കൂടുതൽ അവർ എൻജോയ് ചെയ്യണത് അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അവര് ട്രിപ്പ് പോകുന്നു, ഉല്ലസിച്ചങ്ങ് നടക്കുകയാണ്. അതെ, അതിനിടയിൽ പ്രോഗ്രാം ഒക്കെ വരാറാകുമ്പോ ഒന്ന് പിടിക്കും. ഞങ്ങൾക്ക് പ്രോഗ്രാം നന്നായി അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അതെ 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 അതുവരെ കുറെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി ഇവിടെ ഇരിക്കുമ്പോ തന്നെ നല്ല വൈബ് ഉണ്ട് കേട്ടോ. അവര് ഇങ്ങനെ വർത്താനം പറഞ്ഞ അവരുടെ കാര്യങ്ങൾ നോക്കി ഡാൻസ് ഒക്കെ കളിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളിൽ പോയി സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ പോയില്ലേ, അതുപോലെ തന്നെയാണ്. മിണ്ടാതിരിക്കുന്ന പറഞ്ഞാൽ കേക്കില്ല ആരും അല്ലേ, എന്താന്നൊക്കെ നോക്കുന്നു ഈശ്വരാ. ഓക്കെ, അപ്പൊ നന്നായി വരട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ ക്ലാസ് ഒക്കെ. കുട്ടികളൊക്കെ നല്ല രീതിക്ക് ഇരിക്കണം കേട്ടോ. ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത്, നാണക്കേട് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പൊക്കോട്ടെ. താങ്ക് യു സോ മച്ച്.